Welcome to our physics classes. Class 12 ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ചാർജുകളെക്കുറിച്ചും ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ്. രണ്ടാം ഭാഗത്തിൽ ആ ഇലക്ട്രിക് ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചും ആ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഇലക്ട്രിക് ചാർജ്. നമുക്കറിയാം എല്ലാ ബോഡികൾക്കും ബൈ ബർത്ത് അല്ലെങ്കിൽ ഇൻട്രിൻസിക്കായി കിട്ടുന്ന ചില ക്വാളിറ്റികളുണ്ട്. ഉദാഹരണത്തിന് മാസ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽറ്റായിട്ട് കിട്ടുന്ന ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതുപോലെ എല്ലാ മെറ്റീരിയൽസിനും ഇൻട്രിൻസിക്കായി കിട്ടുന്ന ഒരു ബേസിക് പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ചാർജ്. ഈ ഇലക്ട്രിക് ചാർജുകൾ രണ്ട് തരത്തിലുണ്ടാകാം. അതിന് നമ്മൾ പൊളാരിറ്റി എന്നാണ് പറയുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള പൊളാരിറ്റികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് പോസിറ്റീവ് പൊളാരിറ്റി, മറ്റൊന്ന് നെഗറ്റീവ് പൊളാരിറ്റി. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതെല്ലാ മെറ്റീരിയൽസിനും ഉണ്ടാകും. ആ പ്രോപ്പർട്ടി രണ്ട് തരത്തിലാകാം. അതിനെ നമ്മൾ പൊളാരിറ്റി എന്നാണ് പറയുക, പോസിറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റി. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായി പോകുന്നത്. നോക്കൂ, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ടേം ഇതാണ്, ഇലക്ട്രിക് ചാർജ്. ഇത് എന്ത് പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് തന്നെ കിട്ടുന്ന, അല്ലാതെ ഇത് അക്വയർ ചെയ്യുന്ന ക്വാളിറ്റി അല്ല, ഇൻട്രിൻസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് രണ്ട് തരത്തിലുണ്ടാകാം. ഇലക്ട്രിക് ചാർജസ് ആർ ഓഫ് ടു ടൈപ്സ്. ഇതൊക്കെയാണ്, ഒന്നിനെ പോസിറ്റീവ് ടൈപ്പ് എന്ന് പറയും, മറ്റൊരു ചാർജിനെ അല്ലെങ്കിൽ പൊളാരിറ്റിയെ നെഗറ്റീവ് ടൈപ്പ് ചാർജ് എന്ന് പറയും. എന്നാൽ ചാർജ് ഇല്ലാത്ത ബോഡികളും ഉണ്ടാകാം. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ബോഡികൾ. ഒരു ബോഡിയിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ചാർജ് 0 ആയി പോവുകയും അത്തരം ബോഡികളെ നമ്മൾ ന്യൂട്രൽ ബോഡികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ചാർജ് രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ്. ഇനി നമുക്കറിയാം, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഒരു ആറ്റം, അതുമായി ബന്ധപ്പെട്ട ചാർജുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകൾ കാണപ്പെടും, ന്യൂട്രോണുകൾ കാണപ്പെടും. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റുകളുണ്ട് അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട്. ഇതിലൂടെ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകൾ. ഇവരുടെ ചാർജുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ടൈപ്പ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജോ അത് പോസിറ്റീവ് ടൈപ്പ് ചാർജും, ന്യൂട്രോണുകൾ ചാർജ് ലെസ്സുമാണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ടൈപ്പാണ്, പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവ് ടൈപ്പാണ്, ന്യൂട്രോണുകൾ ചാർജ് ലെസ് പാർട്ടിക്കിൾസാണ്. ഇനി ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് കാണപ്പെടുക. അതിൽ ന്യൂട്രോണുകൾക്ക് ചാർജില്ല. അങ്ങനെയെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ചാർജ് തന്നെയായിരിക്കും. അപ്പോൾ ഓർക്കുക, ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ടൈപ്പ് ചാർജ് ആയിരിക്കും. ഇനി ആറ്റത്തിൻ്റെ ചാർജിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ആറ്റത്തിൻ്റെ ചാർജ് 0 ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമുണ്ട്. അവരുടെ എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ അവരുടെ ടോട്ടൽ ചാർജ് നോക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും തുല്യമാണ്. അപ്പോൾ അതിൻ്റെ സമം എന്തായി പോവും? 0. സോ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കൂളോം. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കൂളം. അത് ക്യാപിറ്റൽ C ആണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് അതിൻ്റെ യൂണിറ്റ് കൂളം, ക്യാപിറ്റൽ C എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇനി അതിൻ്റെ ഡയമെൻഷൻ ആണെങ്കിലോ, ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് AT ആണ്.
എ എന്ന് പറയുന്ന ഇലക്ട്രിക്, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. കറണ്ടിൻ്റെ ഡയമെൻഷനാണ് എ, ടൈമിൻ്റെ ഡയമെൻഷനാണ് ടി. സോ ദ ഡയമെൻഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ചാർജ്, ചാർജിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ലെറ്റർ ക്യൂ ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നാണ് പറയുക. ഇനി ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന സാധനം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഡയറക്ഷൻ ഉണ്ടാവില്ല. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഡയറക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇവർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ വെക്ടറിനെ പോലെ ഡയറക്ഷൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരം ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണല്ലോ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. എല്ലാ മെറ്റീരിയൽസിനും ബൈ ബർത്ത് കിട്ടുന്ന ഇൻട്രിൻസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇലക്ട്രിക് ചാർജ് എന്ന് പറയും. ആ ഇലക്ട്രിക് ചാർജ് രണ്ട് തരത്തിലാകാം. ഇത് നമ്മൾ പൊളാരിറ്റി എന്നാണ് പറയുക. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. പോസിറ്റീവ് ടൈപ്പ് ചാർജിന് ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചിരിക്കുന്ന ആരെയാ? പ്രോട്ടോണുകളെയാണ്. അതുപോലെ ഇലക്ട്രോണുകളാണെങ്കിൽ നെഗറ്റീവ് ചാർജ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും, എന്നാൽ ആറ്റത്തിൻ്റെ ചാർജ് 0, ന്യൂട്രോണുകളുടെ ചാർജും 0. ഇനി ഇവരുടെയൊക്കെ എക്സാക്റ്റ് വാല്യൂ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കി, ഒരു ഇലക്ട്രോണിൻ്റെ ടോട്ടൽ ചാർജ് വാല്യൂ ഇങ്ങനെയാണ്, -1.6 × 10⁻⁻19 കൂളം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ 1.6 × 10⁻⁻19 കൂളം. ഇനി അത് നെഗറ്റീവ് ടൈപ്പ് പൊളാരിറ്റിയാണ്. ഇനി പ്രോട്ടോണുകളാണെങ്കിലോ, പ്രോട്ടോണുകളുടെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻⁻19 കൂളമാണ്, പക്ഷേ അതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവാണ്. ഓക്കെ. ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജാണ് നോക്കുന്നതെങ്കിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, പക്ഷേ അതിൽ പ്രോട്ടോണുകൾക്ക് മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയെന്ന് ചോദിച്ചാൽ 1.6 × 10⁻⁻19 കൂളം. ഇതുപോലെയുള്ള എത്ര പ്രോട്ടോണുകൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുണ്ട്? നമ്മുടെ അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും എണ്ണം പ്രോട്ടോണുകളാണ് കാണപ്പെടുക. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ Z ആണ്. അപ്പോൾ നോക്കി, ഒരു പ്രോട്ടോണിന് ഇത്രയും ചാർജ് ഉണ്ട്. അതുപോലെയുള്ള എത്ര പ്രോട്ടോണുകൾ? അറ്റോമിക് നമ്പറിന് തുല്യമായ, അതായത് Z ആണ് അറ്റോമിക് നമ്പർ. ഓക്കെ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. ഇലക്ട്രിക് ചാർജ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെങ്കിൽ അത് -1.6 × 10⁻⁻19 ആയിരിക്കും. പ്രോട്ടോണിൻ്റെതാണെങ്കിൽ +1.6 × 10⁻⁻19 ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ ചാർജ് ആണെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജിനെ പ്രോട്ടോണുകളുടെ എണ്ണം, അതായത് അറ്റോമിക് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് പറയുന്നു. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കൂളമാണ്. ഡയമെൻഷൻ ആണെങ്കിൽ അത് AT ആണ്. ഈ കൂളം എന്ന് പറയുന്ന യൂണിറ്റ് ഒരു വളരെ വലിയ യൂണിറ്റ് ആയതുകൊണ്ട് പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ മില്ലി കൂളം, മൈക്രോ കൂളം, നാനോ കൂളം, പൈക്കോ കൂളം മുതലായിട്ടുള്ള പ്രാക്ടിക്കൽ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കി, നമ്മുടെ ചില പ്രാക്ടിക്കൽ യൂണിറ്റ്സ് നോക്കിയാൽ 1 മില്ലി കൂളം ദാറ്റ് ഈസ് ഈക്വൽ ടു, മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലേ. സോ 1 മില്ലി കൂളം എത്രയാണ്? 10⁻³ കൂളം. അതുപോലെ 1 മൈക്രോ കൂളമാണെങ്കിലോ അത് 10⁻⁻6 കൂളം. 1 നാനോ കൂളമാണെങ്കിൽ 10⁻⁹ കൂളമായിരിക്കും, 10⁻⁹ കൂളം. അതുപോലെ 1 പൈക്കോ കൂളം, PICO പൈക്കോ കൂളമാണെങ്കിൽ 10⁻12 കൂളം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ചെറിയ യൂണിറ്റുകളിൽ ചാർജിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ കൂളം എന്ന് പറയുന്ന ഒരു വളരെ വലിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകളാണ് മില്ലി, മൈക്രോ, നാനോ, പൈക്കോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചാർജിൻ്റെ യൂണിറ്റ് കൂളം, ഡയമെൻഷൻ AT ആണ്. ഡയമെൻഷൻ എങ്ങനെ AT ആയി? ചാർജിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കുക. ചാർജ് Q = IT എന്നൊരു ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചാർജിനെ കുറിച്ച് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ഈ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോപ്പർട്ടികളാണ് ഇലക്ട്രിക് ചാർജ് കാണിക്കുക. ആ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ്, അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. ആരാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുക? നമുക്കറിയാം, അൺലൈക്ക് ചാർജുകൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്യും. അൺലൈക്ക് ചാർജുകൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്ത ചാർജുകൾ. അതാരൊക്കെയാണ് അൺലൈക്ക് ചാർജസ്? ആരൊക്കെയാണ്?
പോസിറ്റീവിൻ്റെ അൺലൈക്ക് ചാർജ് ആരാന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൂടി അടുത്തടുത്ത് വന്നാൽ അവർ തമ്മിൽ എന്തുണ്ടാകും? അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ചാർജസ് ആരാണ്? അൺലൈക്ക് ചാർജുകളായിരിക്കും. അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അവർ അട്രാക്റ്റീവ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? അത് റിപ്പൽസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ആരാണ് റിപ്പൽ ചെയ്യുക? മാഗ്നറ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്, ഒരുപോലെയുള്ള പോളുകൾ നോർത്തും റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ സൗത്തും റിപ്പൽ ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ചാർജിൻ്റെയും കേസ്. ലൈക്ക് ചാർജുകളാണെങ്കിൽ അവർ പരസ്പരം റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ മറ്റൊരു പോസിറ്റീവ് റിപ്പൽ ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവിനെ മറ്റൊരു നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുക. അപ്പോൾ റിപ്പൽസീവ് പ്രോപ്പർട്ടി നോക്കി രണ്ട് പോസിറ്റീവ് ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ എങ്ങനെയുള്ള ചാർജുകളാണ്? ലൈക്ക് ചാർജുകളാണ് എപ്പോഴും റിപ്പൽഷന് വിധേയമാവുന്നത്. അപ്പോൾ നോക്കി, ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ റിപ്പൽസീവ് പ്രോപ്പർട്ടി. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയാൻ പോവുകയാണേ. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്, അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. എന്താണ് അഡിറ്റിവിറ്റി പറയുക? അഡിറ്റിവിറ്റി പറയുന്നു, ഇലക്ട്രിക് ചാർജുകളെ നമുക്ക് ആഡ് ചെയ്യാനായി സാധിക്കും. ഇലക്ട്രിക് ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വെക്ടറിൻ്റെ ഡയറക്ഷൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ സാധാരണ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുമോ അതേ രീതിയിൽ നമുക്ക് ചാർജുകളെയും ആഡ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി എന്ന് പറയുക. സോ വാട്ട് ഈസ് അഡിറ്റിവിറ്റി? അഡിറ്റിവിറ്റി പറയുന്നു, ഇലക്ട്രിക് ചാർജസ് ക്യാൻ ബി ആഡഡ്. ഇലക്ട്രിക് ചാർജസ് ക്യാൻ ബി ആഡഡ് ടുഗദർ. ഇലക്ട്രിക് ചാർജുകളെ പരസ്പരം ആഡ് ചെയ്യാം. അപ്പോൾ നോക്കി, നമുക്കൊരു ബോഡിയുണ്ട്. ആ ബോഡിയിലെ ചാർജുകൾ എന്ന് പറയുന്നത് ഇതാണ്, Q1, Q2, Q3, Q4 എക്സെട്ര അപ് ടു Qn ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓഫ് ദാറ്റ് ബോഡി? ആ ബോഡിയിലുള്ള ഇൻഡിവിജ്വൽ ചാർജുകൾ Q1, Q2, Q3 എക്സെട്ര അപ് ടു Qn ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് കണ്ടെയ്ൻസ് ഇൻ ദാറ്റ് ബോഡി? ആ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ചാർജുകളുടെ സമ്മായിരിക്കും. Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര അപ് ടു Qn. അപ്പോൾ ഏതൊരു ബോഡിയിലെയും ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ബോഡിയിലെ ചാർജുകളുടെ എല്ലാത്തിൻ്റെയും കൂടി സമ്മേഷൻ നമ്മൾ എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര അപ് ടു Qn. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഉദാഹരണം നോക്കിയാൽ, ഒരു ബോഡിയിൽ ചാർജുകൾ ഇങ്ങനെയാണ്. ഒരു +1 കൂളം, ഒരു -2 കൂളം, ഒരു -3 കൂളം. ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഇൻ ദാറ്റ് ബോഡി? ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവരെ തമ്മിൽ ആഡ് ചെയ്യാം. 1 പ്ലസ് -2 പ്ലസ് -3. അപ്പോൾ നമുക്ക് കിട്ടുന്നു 1 - 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -3. ആൻസർ തരാൻ വരിക -4 അല്ലേ? -4 കൂളം ചാർജ് ആയിരിക്കും ആ ബോഡിയിൽ ഉണ്ടാവുക. -4 കൂളം ചാർജ് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, യൂസിങ് ദ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര അപ് ടു Qn. ഇതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നു, ചാർജിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന നാലാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, കൺസർവേഷൻ ഓഫ് ചാർജസ്. നമ്മൾ പല കൺസർവേഷൻ ലോകളും പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫ്രം വൺ ബോഡി ടു അനദർ അല്ല, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഇലക്ട്രിക് ചാർജസിൻ്റെ കൺസർവേഷൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇലക്ട്രിക് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജുകളെ ട്രാൻസ്ഫർ ചെയ്യാം. കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എന്താണ്? എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം. അതായത് പൊട്ടൻഷ്യലിനെ കൈനറ്റിക് ആക്കിയോ കൈനറ്റിക്കിനെ തിരിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും ഫോമിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ചാർജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ഇറ്റ് ക്യാനോട്ട് ബി ഡിസ്ട്രാക്റ്റഡ്, അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.
അതായത് മറ്റ് എക്സ്റ്റേണൽ സറൗണ്ടിങ്സുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു സിസ്റ്റമാണെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താ പറയുന്നത്? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അല്ലേ? നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ചാർജിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു പോയിന്റ് ഇതാണ്, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കുക എന്നുള്ള മീനിങ്? ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ബേസിക് യൂണിറ്റിൻ്റെ മൾട്ടിപ്ലൈ വരുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് ആവുക എന്ന് പറയുക. ഓക്കെ, ഒരു ബേസിക് ആയിട്ടൊരു സാധനം ഉണ്ടാവും, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ആരെങ്കിലും ഒക്കർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ക്വാണ്ടൈസ്ഡ് എന്ന് പറയും. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബോഡിക്ക് എപ്പോഴും, ഒരു ആറ്റത്തിന് എപ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക? ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുമ്പോഴാണോ ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുമ്പോഴാണോ? ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന എപ്പോഴാണ്? അത് ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യണം. എന്നാൽ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്ന എപ്പോഴാണ്? അത് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ എക്സാമ്പിൾസ് ഇങ്ങനെയാണേ. ഇവിടെ നമ്മുടെ ഒരു ആറ്റം ഉണ്ടെന്ന് കരുതുക. ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്ര ചാർജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും? ഒരു ആറ്റം ഇനിഷ്യലി ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, ചാർജ് അയാൾക്കില്ല. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് എത്ര ചാർജ് കിട്ടും? ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടായില്ലേ? അപ്പോൾ അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടും, അല്ലേ? പ്ലസ് 1.6 × 10⁻⁻19 കൂളം. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് അയാൾക്ക് കിട്ടിയത്, പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് പോയത് 2 ഇലക്ട്രോണുകളായിരുന്നെങ്കിലോ? 2 ഇലക്ട്രോണുകൾ പോയാൽ നമ്മുടെ ഈ ബോഡിക്ക് എത്ര ചാർജ് കിട്ടും? പ്ലസ് 2 ഇലക്ട്രോണിൻ്റെ ചാർജ് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് പോയത് 3 ഇലക്ട്രോണുകളായിരുന്നെങ്കിലോ? 3 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ബോഡിക്ക് പ്ലസ് 3 ഇലക്ട്രോണുകളുടെ ചാർജ് കിട്ടും, ശരിയല്ലേ? ഇത് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്ന കേസ്. എന്നാൽ ഇലക്ട്രോണുകൾ അയാൾക്ക് കിട്ടുകയാണെങ്കിലോ, ഗെയിൻ ചെയ്യുകയാണെങ്കിലോ? ഒരു ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ അകത്തേക്ക് വന്നാൽ അയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. എത്ര നെഗറ്റീവ് ചാർജാണ് കിട്ടുക? ഒരു ഇലക്ട്രോണല്ലേ വന്നത്, അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തത് 2 ഇലക്ട്രോണുകളായിരുന്നെങ്കിലോ? Q = 2 ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് കിട്ടും. ഗെയിൻ ചെയ്തത് കൊണ്ടാണ് മൈനസ് വന്നത്, ഇവിടെ ലൂസ് ചെയ്തത് കൊണ്ടാണ് പ്ലസ് ആയത്. അപ്പോൾ നോക്കി, ഒരു ബോഡിക്ക് എപ്പോഴും ചാർജ് കിട്ടുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയോ റിസീവ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ചാർജ് കിട്ടുക. ആ ചാർജ് എപ്പോഴും ആരുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്? ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലേ? അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് മാത്രമേ ഒരു ബോഡിക്ക് ചാർജ് കിട്ടൂ. ഇനി ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നത് 1, 2, 3, 4 എന്നുള്ള എണ്ണത്തിലല്ലേ? അതോ 1.1 ഇലക്ട്രോൺ പുറത്ത് പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എണ്ണമല്ലേ പറയുന്നത്, എത്ര എണ്ണം ഇലക്ട്രോണുകൾ പോയി. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം പറയുമ്പോൾ നമുക്ക് എപ്പോഴും 1, 2, 3, 4 എന്നുള്ള ഇൻഡിജേഴ്സ് ആയിട്ട് മാത്രമേ പറയാൻ പറ്റൂ, ശരിയല്ലേ? അപ്പോൾ ഒരിക്കലും ഒരു ബോഡിയുടെ ചാർജ് 1.1 E അല്ലെങ്കിൽ 1.3 E അല്ലെങ്കിൽ 1.25 E അങ്ങനെ ഒരിക്കലും വരില്ല. എപ്പോഴും 1, 2, 3, 4 എന്നുള്ള ഇങ്ങനെ നമ്പേഴ്സായിട്ട് മാത്രമേ വരൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? Q = ഇവിടെ കണ്ടോ 1, 2, 3, 4 ഇങ്ങനെയല്ലേ പോവുക. സോ അതിനെ Q = NE എന്ന് എഴുതാം. പക്ഷേ ആ ചാർജ് പ്ലസ് ആകാനും മൈനസ് ആകാനും സാധ്യതയുണ്ട്. സോ Q ക്യാൻ ബി റിട്ടൺ ആസ് Q = +or -NE. അപ്പോൾ നോക്കൂ, ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിളാണ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടുത്തെ ബേസിക് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിരിക്കുന്ന ആരെയാണ്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഇതിനാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുക. ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ക്വാണ്ടിറ്റി. ആരാണ് ആ ബേസിക് ക്വാണ്ടിറ്റി? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് നമ്മളവിടെ ബേസിക് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ക്വാണ്ടൈസേഷൻ പറയുന്നത് ഇതാണ്, ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നോക്ക്,
ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും. എത്ര ഇലക്ട്രോണുകൾ പോയോ അത്രയും ഇലക്ട്രോണുകളുടെ പോസിറ്റീവ് ചാർജ് കിട്ടും. എത്ര ഇലക്ട്രോണുകൾ റിസീവ് ചെയ്തോ അത്രയും എണ്ണം ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ചാർജ് പ്ലസ് ആകാം മൈനസ് ആകാം. എപ്പോഴാണ് പ്ലസ് ആവുക? ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പോസിറ്റീവ് ആവുക. എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ഇലക്ട്രോൺ എക്സസ് ആയിട്ട് വരുമ്പോൾ, അതായത് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ആവുക. സോ ജനറലി ദ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് പ്ലസ് ഓർ മൈനസ് NE, വെയർ N ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് വന്നേ? അത് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ പ്ലസും മൈനസും വരിക. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ N എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കും എന്ന് പറയാൻ കാരണം? ഇലക്ട്രോണുകളല്ലേ പുറത്തേക്ക് പോയത്. ഇലക്ട്രോണുകളുടെ എണ്ണം പറയുന്നത് എപ്പോഴും 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ പറയുക. അല്ലാതെ 1.1 എന്നോ 2.68 എന്നോ അങ്ങനെയൊന്നും നമ്മൾ ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസ് ആയിട്ട് എണ്ണം പറയാറില്ല. അതുകൊണ്ട് തന്നെ Nൻ്റെ വാല്യൂ എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നോക്കി, ഇത്രയും പ്രോപ്പർട്ടികളാണ് പ്രധാനമായിട്ടും നമുക്ക് ചാർജുകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇതിൽ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നറിയോ? ഈ 3 പ്രോപ്പർട്ടിയാണ്. ഒന്ന് അഡിറ്റിവിറ്റി, കൺസർവേഷൻ, ക്വാണ്ടൈസേഷൻ. ബാക്കി 2 പ്രോപ്പർട്ടികൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി, നമ്മുടെ ഇലക്ട്രിക് ചാർജുകളുടെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. ആരാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അട്രാക്റ്റീവ്, അതായത് പ്ലസ് എപ്പോഴും മൈനസിനെ അട്രാക്റ്റീവ്, അതുപോലെ മൈനസ് ആണെങ്കിൽ തിരിച്ച് പ്ലസിനെയും അട്രാക്റ്റീവ്. രണ്ടാമത് പറയുന്നു റിപ്പൽസീവ് പ്രോപ്പർട്ടി. ഒരുപോലെയുള്ള ചാർജുകൾ അഥവാ ലൈക്ക് ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അതായത് പ്ലസ് മറ്റൊരു പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് മറ്റൊരു നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നോക്കി അഡിറ്റിവിറ്റി. പേര് തന്നെ പറയുന്നുണ്ട് അഡിറ്റിവിറ്റി. ആഡ് ചെയ്യാൻ കഴിയും. ആരെ? ഇലക്ട്രിക് ചാർജസ് ക്യാൻ ബി ആഡഡ്. കാരണം ഇവർ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ്റെ യാതൊരു ഡിഫിക്കൽറ്റിയും നമ്മുടെ വെക്ടർ ലോസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ചാർജുകളെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചാർജസ് ക്യാൻ ബി ആഡഡ്. അടുത്ത പ്രോപ്പർട്ടി പറയുന്നു കൺസർവേഷൻ. അപ്പോൾ കൺസർവേഷൻ പറയുന്നത് 2 ബോഡികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഓവറോൾ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ എന്നാണ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ പറയുക. ഇനി നോക്കി അടുത്തത് ക്വാണ്ടൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ തരുന്നതും ക്വാണ്ടൈസേഷനാണ്. എന്താ ക്വാണ്ടൈസേഷൻ? ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് അതെപ്പോഴും ഒരു ബേസിക് സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആരാണ് ഇവിടുത്തെ ആ ബേസിക് ക്വാണ്ടിറ്റി? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ E എന്ന ലെറ്റർ കൊണ്ടിവിടെ സൂചിപ്പിക്കുക. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ എത്ര ചാർജ് കിട്ടും? +1e. 2 ഇലക്ട്രോണുകളാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ +2e. 3 ആണെങ്കിൽ അത് +3e. n ആണെങ്കിൽ +ne. ഇനി ഇലക്ട്രോണുകളെ കിട്ടുന്നു, ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ അത് -1e, 2 ആണെങ്കിൽ -2e, 3 ആണെങ്കിൽ -3e, n ആണെങ്കിൽ -ne. അപ്പോൾ ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ആവാം. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു +or-ne, വെർ n ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തൊക്കെയാവാം? എന്നിൻ്റെ വാല്യൂ 0 ആകാം, 1 ആകാം, 2 3 4 എക്സെട്ര. +or- എന്തിനെ സൂചിപ്പിക്കും? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ ലൂസ് ചെയ്യുകയാണോ എന്നുള്ളതിനെ അത് സൂചിപ്പിക്കും. അപ്പോൾ നോക്കിയാൽ പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. 6ാമത് വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അതുകൂടി അറിയാം. ഇൻവേരിയൻസ്. ചാർജിന് ഇൻവേരിയൻസ് പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ചാർജ് ഒരിക്കലും വെലോസിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, അല്ലെങ്കിൽ സ്പീഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ പറയാൻ കാരണം മാസിന് ഇങ്ങനെ വേരി ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഒരു മൂവിങ് ബോഡിയുടെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് അപ്രോച്ച് ചെയ്താൽ അയാളുടെ മാസിനും ചേഞ്ച് ഉണ്ടാകും, മാസ് ഇൻക്രീസ് ചെയ്യും എന്ന് നമ്മുടെ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചേഞ്ച് ഒരിക്കലും ആർക്കുണ്ടാവില്ല? ചാർജിനുണ്ടാവില്ല. സ്പീഡിനനുസരിച്ച് ചാർജ് വേരി ചെയ്യില്ല. ചാർജ് എല്ലാ സ്പീഡിലും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ തുടരും. അതായത് ഒരു 2 കൂളം ചാർജ്, 2 കൂളം ചാർജ് നോർമൽ സ്പീഡിൽ പോയാലും റെസ്റ്റിലിരുന്നാലും ലൈറ്റിൻ്റെ സ്പീഡിൽ പോയാലും എല്ലാം അതിൻ്റെ ചാർജ് എത്ര തന്നെ ആയിരിക്കും? 2 കൂളം തന്നെയായിരിക്കും. അതൊരിക്കലും സ്പീഡിനനുസരിച്ച് വേരി ചെയ്യില്ല. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇൻവേരിയൻസ്. അപ്പോൾ അതും കൂടി ചേർത്താൽ നമുക്ക് ആകെ പ്രോപ്പർട്ടീസ് എത്രണ്ണം പഠിക്കാം? 6 പ്രോപ്പർട്ടീസ് പഠിക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന 3 പ്രോപ്പർട്ടികൾ ഉറപ്പായും പഠിക്കണം.
ഏതൊക്കെ? അഡിറ്റിവിറ്റി, കൺസർവേഷൻ, ക്വാണ്ടൈസേഷൻ. ഈ 3 പ്രോപ്പർട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 ഇക്വേഷനുകൾ ഏതൊക്കെയാണ്? ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ, ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു സം Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര പ്ലസ് Qn. രണ്ടാമത് പറയുന്നു ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. അപ്പോൾ ഇതാണ് ആ 2 ഇക്വേഷനുകൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിൽ ഇത് നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഇക്വേഷൻ ഉണ്ട്. Q ഈസ് ഈക്വൽ ടു ഇത്, Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഇനി വേണമെങ്കിൽ ചാർജിന് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം IT. ഇനി നോക്കി, Q ഈസ് ഈക്വൽ ടു ITയുമാണ്, അത് NEയുമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? IT ഈസ് ഈക്വൽ ടു NE എന്ന് എഴുതാം, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു NE/T എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ N ആരാ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷനുകളാണ് നമുക്ക് കിട്ടിയത്. Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര, Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഇനി നമുക്ക് പണ്ടറിയാവുന്ന Q ഈസ് ഈക്വൽ ടു IT. അപ്പോൾ ITയെ നമുക്ക് NEയോട് ഇക്വേറ്റ് ചെയ്യാം. അവിടെ നിന്ന് വേണമെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഓർത്തിരിക്കണം.